കോഴിക്കോട് ബീച്ചിലെ ന്യൂജൻ ഫുഡ് സ്ട്രീറ്റിനെതിരെ അഴിമതി ആരോപണം. കോർപ്പറേഷൻ UDF അംഗങ്ങളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചു എന്നാണ് ആരോപണം. അതേസമയം ഫുഡ് സ്ട്രീറ്റ് ഇന്ന് രാത്രി മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിക്കും. പഴഞ്ചൻ തട്ടുകടകൾ ഒഴിവാക്കി പകരം ഒരേ മാതൃകയിലുള്ള 90 തട്ടുകടകളാണ് പുതുതായി ഒരുങ്ങിയിരിക്കുന്നത്. ഈ പദ്ധതിക്കെതിരെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ UDF കൗൺസിലർമാർ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തുക 5.29 കോടിയിൽ എത്തിയിരിക്കുകയാണ്. 3.44 കോടി രൂപയ്ക്ക് എന്ന് പറഞ്ഞത് 5.29 കോടിയിൽ എത്തിയിരിക്കുകയാണ്. വളരെ വിശ്വാസമുണ്ട്. ജനപ്രതിനിധികളുടെ മേൽനോട്ടത്തിലുള്ള ഒരു സർവകക്ഷിയാണെങ്കിൽ സുതാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം ഒരു രീതിയിലുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇത് മുൻനിർത്തിക്കൊണ്ട് വിജിലൻസിന് ഞങ്ങൾ 14ാമത്തെ ഒരു പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. തീർച്ചയായിട്ടും ആ രീതിയിൽ പരാതി കൊടുക്കും. ഓരോ കച്ചവടക്കാരും 3 ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് തട്ടുകടകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ ശുദ്ധജലം, വൈദ്യുതി, തട്ടുകട സ്ഥാപിക്കാനുള്ള അടിത്തറ, ബീച്ചിലെ വൈദ്യുതി അലങ്കാരങ്ങൾ എന്നിവയെല്ലാം കോർപ്പറേഷനാണ് ഒരുക്കിയത്. 100 ഉന്തുവണ്ടി കച്ചവടക്കാരെ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട തലത്തിലേക്ക് മാറ്റാണ്. അതിൻ്റെ സംവിധാനങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. ഈ ദീപാവലി ദിനത്തിൽ സന്ധ്യയാണല്ലോ നമ്മുടെ ബീച്ചിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നടത്തുകയാണ്. വളരെ നല്ല രീതിയിൽ പരിപാലനം ചെയ്ത് മുന്നോട്ട് പോകാനായി, വൃത്തിയാക്കാനായി ഏതാണ്ട് 6 പേർ ദിവസവും വൃത്തിയാക്കുകയും 4 പേരെ നമ്മൾ ഇതിൽ ആർക്കെങ്കിലും ലീവ് എടുത്താൽ വരാനായി തയ്യാറാക്കി 10 പേരെ കോഴിക്കോട് കോർപ്പറേഷൻ ഇന്റർവ്യൂ ചെയ്ത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കോർപ്പറേഷൻ എന്നിവർ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.